ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിൻ ബെൻഗുറിനെ വധിക്കാൻ തുർക്കി ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ മീഡിയകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സംഭവം നടന്നത് എന്നതിൻ്റെ തുടർച്ചയായ രീതിയിൽ വലിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ തുർക്കിക്ക് പങ്കുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. ഇത് ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. 2-3 കാര്യങ്ങൾ ആ വിഷയത്തോടനുബന്ധിച്ചുകൊണ്ട് ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾ തുർക്കിയുടെ നിലപാടുകളും സമീപനങ്ങളും നിരീക്ഷിക്കുകയായിരുന്നു. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ അഭിമുഖങ്ങളും അന്തർദേശീയ തലത്തിൽ UN സഭയിലൊക്കെ അവരെടുക്കുന്ന തീരുമാനങ്ങളും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുമ്പോൾ അവർ തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: UN അംഗത്വം റദ്ദ് ചെയ്യണമെന്ന് ലോകരാജ്യത്തോട് തുർക്കി പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ഇസ്രായേലുകളുടെ കപ്പൽ ഈ തുർക്കിയുടെ അതിർത്തി ഭാഗങ്ങൾ തടയും എന്ന് തുർക്കി പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ്. നയതന്ത്ര ബന്ധങ്ങൾ അപ്പാടെ വിച്ഛേദിച്ചുകൊണ്ട് ഇസ്രായേലുള്ള തുർക്കി അംബാസഡറോട് രാജ്യം വിട്ടു പോരാനും തുർക്കിയിലുള്ള ഇസ്രായേൽ അംബാസഡറോട് രാജ്യം വിട്ട് പുറത്തു പോകണമെന്നും പറഞ്ഞ രാജ്യം കൂടിയാണ് തുർക്കി. ഇപ്പോൾ ഷിൻബറ്റ് കണ്ടെത്തിയിരിക്കുന്ന രഹസ്യ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ രഹസ്യമായ രീതിയിൽ തന്നെ ഒരു എക്സ്പ്ലോഷൻ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനെ പിന്തുണക്കുന്ന തുർക്കി സംഘടന ഇറ്റാമിർ ബെൻഗുറിനെ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾക്കത്